തേർഡ് ഇയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യൂട്ടിയിലെ ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഇത് ഓൾറെഡി സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് എ സ്കാറ്റർ ഡയഗ്രാം. എന്താണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാം സ്കാറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ്, അൾജിബ്രിക് മെത്തേഡ്, ഇതൊക്കെ കോറിലേഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരുന്നു അല്ലേ, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സ്കാറ്റർ ഡയഗ്രാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ആൾസോ എ ഗ്രാഫിക്കൽ മെത്തേഡ് സ്റ്റഡിയിങ് ദ കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾ. 2 വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷനെ പറ്റിയിട്ട് അല്ലേ. എന്താ കോറിലേഷൻ? റിലേഷൻ ആണല്ലേ, റിലേഷനാണ് അവിടെ നമ്മൾ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ 2 വേരിയബിൾസ് തമ്മിലുള്ള ആ കോറിലേഷൻ സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ഈ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ സ്കാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം, എന്താ ചിന്നിച്ചിതറി കിടക്കുന്നതിനെയാണ് സ്കാറ്റർ എന്ന് പറയുക അല്ലേ. അപ്പോൾ വൺ ഓഫ് ദ വേരിയബിൾ, ഒരു ഡയഗ്രത്തിന് അല്ലെങ്കിൽ ഒരു ഗ്രാഫിന് എക്സ് ആക്സിസും ഉണ്ടാവും വൈ ആക്സിസും ഉണ്ടാവും അല്ലേ. അപ്പോൾ വൺ ഓഫ് ദ വേരിയബിൾ ഈസ് ഷോൺ ഓൺ എക്സ് ആക്സിസ്. ഒരു വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യും, എക്സ് ആക്സിസിലും ഷോ ചെയ്യും. ആൻഡ് അതർ വിൽ ബി നമ്മളെവിടെ ഷോൺ ചെയ്യും, വൈ ആക്സിസിലും ഷോൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈച്ച് പെയേഴ്സ് ഓഫ് വാല്യൂ ഈസ് പ്ലോട്ടഡ് ഓൺ ഗ്രാഫ് അല്ലേ. ഓരോ പെയേഴ്സിനെയും നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, സ്കാറ്റർ ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനോ അങ്ങനെ ഒന്നും ലഭിക്കുന്നുണ്ടാവില്ല. ഒക്കെ സ്കാറ്ററായിട്ട് ചിതറിയിട്ടായിരിക്കും ഈ ഗ്രാഫിൽ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലൊരു ഗ്രാഫ് ഇവിടെ വരച്ച് വെക്കുക കേട്ടോ. സ്കാറ്ററായിട്ട് അവിടെ എവിടെ ചിതറിയിട്ട് കിടക്കുക, ഇവിടെ എക്സ് കൊടുക്കുക ആൻഡ് ഈ വൈ ആക്സിസും കൊടുക്കുക, എക്സ് ആക്സിസും കൊടുക്കുക. Then define probability, already discussed in the previous video. Find out value of A8C3 അല്ലേ. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് 8C3. 8C3യുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 8C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ, 8 കോമ്പിനേഷൻ 3 അല്ലേ. ഇവിടെ കോമ്പിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്താ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ പഠിച്ചിരിക്കുന്ന മക്കളാണല്ലോ നിങ്ങളല്ലേ. അപ്പോൾ നമുക്കിവിടെ അറിയാം എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനിൽ വരുന്നുണ്ട് NCX എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വെച്ചിട്ടുണ്ട് P ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു NCX ഇൻറ്റു P റൈസ് ടു എക്സ് ഇൻറ്റു Q റൈസ് ടു n മൈനസ് എക്സ് ആയിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ NCX അല്ലേ. ഇവിടെ ഈ n ആണ് ആദ്യം വരുന്നത് ആൻഡ് ദെൻ എക്സ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാം, മൈൻഡിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ 8 കോമ്പിനേഷൻ 3 അല്ലെങ്കിൽ 8C3യിൽ വരുന്നത് n എത്രയാ, n ഇവിടെ വരുന്നത് 8ഉം ആൻഡ് എക്സ് ഇവിടെ വരുന്നത് 3യും ആണ്. ഓക്കെ, n ഇവിടെ വരുന്നത് 8ഉം ആൻഡ് എക്സ് ഇവിടെ വരുന്നത് 3യും ആണ്. ഓക്കെ അല്ലേ, ആ പോർഷൻ ക്ലിയർ ആണല്ലോ. ദെൻ നമ്മൾ കാണേണ്ടത് ഇനി ഇത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. നമ്മുടെ ഇക്വേഷൻ എന്താ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ ഇവിടെ ഫാക്ടോറിയൽ എന്നൊന്നും കേട്ട് ഭയപ്പെടേണ്ട. n ഫാക്ടോറിയൽ ഇപ്പോൾ 3 ഫാക്ടോറിയലാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ എന്താണ്, 3 ഫാക്ടോറിയലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിക്കുക, 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ് എന്ത്, 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അല്ലേ നിങ്ങൾ യൂസ് ചെയ്യുക, അതിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഫാക്ടോറിയലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത് 4 ഫാക്ടോറിയൽ ആണെങ്കിലോ, 4 ഫാക്ടോറിയൽ ആണെങ്കിലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് 4 ഫാക്ടോറിയൽ ആണെങ്കിൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇവിടെ എത്രയാണോ ഫാക്ടോറിയൽ ചോദിച്ചിട്ടുള്ളത് അവിടുന്ന് 1 വരെ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 4 3 2 1. ഇനി 5 ഫാക്ടോറിയൽ ആണെങ്കിലോ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 ഫാക്ടോറിയൽ എങ്ങനെ വരും എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ n ഫാക്ടോറിയൽ ഇവിടെ നമുക്ക് എത്രയാണ്, എന്നിൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ 8 ഫാക്ടോറിയലാണ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ, എക്സ് ഇവിടെ എത്രയാണ് 3 ആണ് അല്ലേ, 3 ആണ്. അപ്പോൾ 3 ഫാക്ടോറിയലാണ്. അപ്പോൾ 8 factorial divided by 8 factorial divided by 3 factorial into 8 minus 5 factorial, 8 minus 3 factorial അല്ല. ഇവിടെ 8 മൈനസ് 3 ആണ് കേട്ടോ. പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ, ഈ ക്വസ്റ്റ്യനിൽ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളത് റെക്ടിഫൈ ചെയ്യുക, ഒന്ന് സ്വയമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക, 8 മൈനസ് 3 ഫാക്ടോറിയലാണ് ഇവിടെ ആക്ച്വലി വരുന്നത്. ഓക്കെ, 8 മൈനസ് 3 ഫാക്ടോറിയലാണ് വരിക. അപ്പോൾ ദെൻ നോക്കൂ, 8
ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ വരിക? 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ? അങ്ങനെയാണ് വരിക. ഇവിടെ നേരെ ഡയറക്റ്റായിട്ട് ഇവിടെ നമ്മൾ ശരിക്കുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, 8 ഫാക്ടോറിയൽ എങ്ങനെയാണ് വരിക? 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് വരും. ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയലാണ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് ഫാക്ടോറിയൽ എത്രയാണ് വരുന്നത്? ഇവിടെ എക്സ് ഫാക്ടോറിയൽ വരുന്നത് എത്രയാണ്? 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ് അല്ലേ? എന്താണ്? 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ് എക്സ് ഫാക്ടോറിയൽ വരിക. ആൻഡ് കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ. n മൈനസ് എക്സ് ഇവിടെ എത്രയാണ് വരിക? n നമുക്കിവിടെ 8 ആണ് അല്ലേ കിട്ടിയിട്ടുള്ളത്? n നമുക്കിവിടെ 8 ആണ് കിട്ടിയിട്ടുള്ളത്. 8 മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 5 അല്ലേ? 8 മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അല്ലേ? അപ്പം നമ്മൾ വീണ്ടും ഇവിടെ എന്ത് കൊടുക്കണം? ഇൻറ്റു 5 ഫാക്ടോറിയലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? n മൈനസ് എക്സ് ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് കൊടുത്ത് നമ്മളിത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ വരിക 56 ആണ്. നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ നന്നായിട്ട് ലെങ്ത് ആവും. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ദെൻ ക്വസ്റ്റ്യൻ വരുന്നത് 2 coins are tossed. Okay, 2 coins are tossed. What is the probability of getting at least one head? ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള സാധ്യത അവിടെ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 2 coins ആണ് അവിടെ ടോസ് ചെയ്യുന്നത്. അതിൽ നിന്നും ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ബേസിക് പ്രോബബിലിറ്റിയും നമുക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് ആൾസോ അതുപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും നമുക്കിവിടെ അപ്ലൈ ചെയ്തിട്ട് ഇതിന് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ 2 മെത്തേഡിൽ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. സോ നിങ്ങൾക്ക് 2 മെത്തേഡ് മനസ്സിലാവും. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എൻ എന്നാണ് നമ്മളെ ബേസിക് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് അല്ലേ? അപ്പോൾ ബേസിക്കലി നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് എന്താ, ബേസിക്കൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ആണ് അല്ലേ? അപ്പോൾ 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടുത്തെ ചാൻസസ്, അവിടെ പ്രോബബിലിറ്റി വരുന്നത് എങ്ങനെയായിരിക്കും? 2 കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മക്കളെ വരിക? ഒന്നെങ്കിൽ 2 കോയിനിലും ഹെഡ് ആവാം, അല്ലെങ്കിൽ 2 കോയിനിലും ടെയിൽ ആവാം, അല്ലെങ്കിൽ ഒരു കോയിനിൽ ഹെഡും ഒരു കോയിനിൽ ടൈലും ആവാം, ഒരു കോയിനിൽ ടൈലും ഒരു കോയിനിൽ ഹെഡും ആവാം അല്ലേ? ഇങ്ങനെയാണ് ഇവിടെ ചാൻസസ് ഉള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു ചാൻസസ് വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, 4 ചാൻസസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് 4 രീതിയിൽ അവിടെ ചാൻസസ് വരാം. എങ്ങനെയൊക്കെയാണ് ചാൻസസ് വരുന്നത്? ഒരു ഹെഡ് ഒരു ടൈല്, ഒരു ടൈല് ഒരു ഹെഡ്, 2 ഹെഡ് ആൻഡ് 2 ടൈല്, ഇങ്ങനെയാണ് അവിടെ വരുന്നത് അല്ലേ? ആ ഒരു കേസിൽ നിങ്ങൾ നോക്കി നോക്കൂ, 4 കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ടോട്ടൽ കേസസ് എത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത്? 4 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടയേഴ്സ് 4 കിട്ടി. ഇനി എത്ര? അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് വന്നത് ഇവിടെ എത്ര എണ്ണത്തിലാണ്? ഇവിടെ ഒരു ഹെഡ്, ഇവിടെ ഒരു ഹെഡ്, ഇവിടെ ഒരു ഹെഡ്. അറ്റ്ലീസ്റ്റ് 1 എങ്കിലും എന്നാണ്. അപ്പോൾ ഒന്നോ ഇതിലധികമോ ആയാലും നോ പ്രോബ്ലം. അറ്റ്ലീസ്റ്റ് 1 ഹെഡാണ്. അറ്റ്മോസ്റ്റ് ആണെങ്കിൽ 1 വരെ എന്നാണ്. പക്ഷേ ഇവിടെ അറ്റ്ലീസ്റ്റ് ആണ്. സോ 2ഉം 1-ൽ കൂടുതലും പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാണ്? 3 ചാൻസസിലാണ്, 3 ഫേവറബിൾ കേസസ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അല്ലേ? കാരണം 3 സെറ്റിൽ ഹെഡ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ആൻസർ വരിക 3/4. ഫേവറബിൾ കേസസ് 3 ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് 4. സോ 0.75 എന്ന ആൻസർ വരും. ക്ലിയർ? നമുക്കിങ്ങനെ ഫ്രാക്ഷനായിട്ട് 3/4 എന്നും എഴുതാം, അല്ലെങ്കിൽ സോൾവ് ചെയ്തിട്ട് 0.75 എന്നും എഴുതാം. ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലൂടെ നോക്കാം. ഓക്കെ, ഇവിടെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമുക്ക് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതാണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി പ്രോബബിലിറ്റി ഓഫ്, അതായത് ഇവിടെ പി ഓഫ് എക്സ് അല്ലേ? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതാണ്. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് probability of getting at least 1 head is equal to NCX into P raised to X into Q raised to N minus X അല്ലേ? അപ്പോൾ അറ്റ്ലീസ്റ്റ് 1, ഇനി ഏതൊരു ക്വസ്റ്റ്യനിലും നിങ്ങളോട് അറ്റ്ലീസ്റ്റ് 1 ആണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി? എന്ത് ചെയ്താൽ 1 മൈനസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് ചെയ്താൽ മതി. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 ആണ് നിങ്ങളോട് ഏതൊരു ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഇനി കോയിൻ്റെ കേസ് ആവട്ടെ വേറെ ഏതൊരു കേസാണെങ്കിലും പ്രോബബിലിറ്റിയിൽ അറ്റ്ലീസ്റ്റ് 1 ഹെഡാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 1 മൈനസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ചെയ്താൽ മതി. അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂസൊക്കെ നിങ്ങൾ എന്ത് കൊടുക്കുക? 0 0 എന്ന് കൊടുക്കുക. അതായത് ഇവിടെ NCX ഉണ്ട് അതല്ലേ? അതെന്ത് ചെയ്യുക? 0 എന്ന് കൊടുക്കുക. ആൻഡ് P റൈസ് ടു എക്സ് ഉണ്ട്, അതും എന്ത് ചെയ്യുക? 0 എന്ന് കൊടുക്കുക. ആൻഡ് Q റൈസ് ടു
n-x ഉണ്ട്, അവിടെയും എക്സ് എന്തായിട്ട് കൊടുക്കുക, എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്, 2 ആണ് അല്ലേ. n എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, 2 ആണ്. ആൻഡ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക 0 ആണ്. അപ്പോൾ പി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, NCX ആണ്. NCX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എത്രയാണ് 2 അല്ലേ, 2C എക്സ് എത്രയാണ് 0 ഇൻറ്റു പിയും ക്യൂവും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ ക്ലാസ്സിൽ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സക്സസ് ആണല്ലേ, ആൻഡ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫെയിലിയറാണ്. അപ്പോൾ ഇവിടെ സക്സസ് അല്ലെങ്കിൽ കോയിൻ ടോസ് ചെയ്യുന്ന കേസിലൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക, P 1/2 ആയിരിക്കും, ക്യൂവും 1/2 ആയിരിക്കും. കോയിൻ ടോസ് ചെയ്യുന്ന കേസിലൊക്കെ പിയും 1/2 ആയിരിക്കും, ക്യൂവും 1/2 ആയിരിക്കും. കാരണം എന്താ, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അവിടെ 2 ചാൻസസ് ആണുള്ളത് അല്ലേ. ഒന്നെന്താണ് ഹെഡ് കിട്ടാനുള്ള സാധ്യത, മറ്റൊന്ന് ടൈൽ കിട്ടാനുള്ള സാധ്യത. അങ്ങനെ 2 ചാൻസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ടോട്ടൽ നമ്മളോട് ഹെഡ് കിട്ടാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എത്രയാണ് അവിടെ ചാൻസ് വരിക, 1/2 അല്ലേ. ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസ് അല്ലേ. ഫേവറബിൾ കേസ് അപ്പോൾ അവിടെ എത്രയാണ് ഉള്ളത്, 1 ആണ് അല്ലേ. ടോട്ടൽ കേസ് അവിടെ എത്രയാണ്, 2 ആണ്. അപ്പോൾ 1/2. ആൻഡ് ടൈലാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ടൈൽ കിട്ടാനുള്ള സാധ്യതയും ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് തന്നെയാണ്, 1/2 ആണ്. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്ന കേസ് ഏതോ ആവട്ടെ അവിടെ P of X വരിക എന്തായിരിക്കും, 1/2 ആയിരിക്കും. അപ്പോൾ 1/2 റേസ് ടു എക്സ് ആണ് അല്ലേ, 0 ഇൻറ്റു 1/2 റേസ് ടു n-x ആണ്, 2 - 0 എന്ന് വരും. ഇനി 2 കോമ്പിനേഷൻ 0. ഇനി ഏതൊരു എമൗണ്ട് കോമ്പിനേഷൻ 0 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഏതൊരു എമൗണ്ട് ആയിക്കോട്ടെ കോമ്പിനേഷൻ 0 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ വാല്യൂ വരിക എന്താണ്, 1 ആണ്. 1 ഇൻറ്റു 1/2 റേസ് ടു 0. ഏതൊരു എമൗണ്ട് ആവട്ടെ, ഏതൊരു സംഖ്യ ആവട്ടെ, പോയിൻ്റ് ആവട്ടെ, എന്തോ ആവട്ടെ, അതിൻ്റെ റേസ് ടു 0 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ 1 തന്നെയാണ് വരിക. ആൻഡ് 1/2 റേസ് ടു 0, 1/2 റേസ് ടു 2 - 0, 1/2 റേസ് ടു 2 - 0. 2 - 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2 തന്നെയാണ് അല്ലേ. അപ്പോൾ 2 - 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 തന്നെയാണ്. അപ്പോൾ 1. അപ്പം ഇവിടെ എങ്ങനെയാണ് കാണാം, ഈ ഫ്രാക്ഷൻസിൻ്റെ സ്ക്വയർ നമ്മളിവിടെ എങ്ങനെയാണ് കാണാം, 1/2 റേസ് ടു 2 എന്നൊക്കെ പറയുമ്പോൾ 1 റേസ് ടു 2 ചെയ്യുക. അപ്പോൾ എത്രയാണ്, 1 തന്നെയാണ് അല്ലേ. അതാണ് നമ്മളിവിടെ കൊടുത്ത 1. ഇനി 2 റേസ് ടു 2 ചെയ്യുക, അപ്പോഴെത്ര 4 വരും. അപ്പോൾ നമുക്കിവിടെ ആൻസർ വന്നത് എത്രയാണ്, 1 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1/4 തന്നെയാണ് ഇവിടെ ആൻസർ വരിക അല്ലേ. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്, 1 ഇൻറ്റു 1/4 ദറ്റ് ഈസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. പക്ഷേ ഇവിടെ പൂർത്തിയായോ, ഇല്ല. എന്ത് ചെയ്യണം, 1 - 1/4 ചെയ്യണ്ടേ. കാരണം 1 - 1/4 ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അറ്റ്ലീസ്റ്റ് 1 കിട്ടുള്ളൂ, ഒന്നെങ്കിലും കിട്ടാനുള്ള സാധ്യത നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 1 - 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 അല്ലേ, ദറ്റ് ഈസ് ഈക്വൽ ടു 0.75 എന്ന് വരില്ലേ. നിങ്ങൾ ഡെസിമലിൽ എഴുതിയാലും കുഴപ്പമില്ല, അതിൻ്റെ ഫ്രാക്ഷൻ ആക്കി എഴുതിയാലും കുഴപ്പമില്ല, മാർക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസറും അതന്നെയല്ലേ, 0.75 3/4 എന്നെ അതല്ലേ നമുക്ക് കിട്ടിയത്. സോ ഇങ്ങനെ ഒരു മെത്തേഡ് വെച്ച് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ഈ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കൂടി നിങ്ങൾക്കൊന്ന് അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ ഇതൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. ആൻഡ് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് ചോദിച്ച് ക്ലിയർ ആക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മളിനി നോക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഇവിടെ എന്തായിരിക്കും, ഇൻ ബിറ്റ്വീൻ റേഞ്ചസ് ആയിരിക്കും നമുക്ക് വാല്യൂസൊക്കെ തന്നിട്ടുണ്ടാവുക. ആൻഡ് ഇതിന് എന്തുണ്ടായിരിക്കില്ല, ഒരു എൻഡൊന്നും ഉണ്ടായിരിക്കില്ല, ഇൻഫിനിറ്റ് ആയിരിക്കും. ദെൻ ഡിഫൈൻ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കാം, ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കാം. നോട്ട് ദ പോയിന്റ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ മെൻഷൻ ചെയ്തിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർട്ടീസ്. Suppose an event is rare, it may be possible to count the number of time an event occur, but not possible to count the number of time it does not occur. Poisson distribution is suitable to such situation. അപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ മാത്രം പറഞ്ഞു തന്നിട്ട് ഇവിടെ കാര്യമില്ല. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു
ആൻസറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ബട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് എങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുക, അവിടെ നമുക്ക് ഒന്നെങ്കിൽ ആ ഇവൻറ്റ് ഒക്യൂർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ സക്സസ് എന്നും, ആൻഡ് ഒക്യൂർ ചെയ്തിട്ടില്ല നോട്ട് ഒക്യൂർ ആണ് ഒരു ഇവൻറ്റ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഫെയിലിയർ എന്നും ഡിനോട്ട് ചെയ്യും. ഓക്കെ, ബട്ട് ഇൻ ദ സെയിം ടൈം ഈ പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വേർഡാണ് റെയർ എന്നുള്ളത് കേട്ടോ. റെയർ എന്നുള്ള ഈ ഒരു വേർഡ്, കാരണം ഇവിടെ ഇവൻറ്റ് നടക്കുക വളരെ റെയറായിട്ടായിരിക്കും. അപ്പോൾ ആ ഇവൻറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം തന്നെ ഉള്ളൂ നമുക്ക് അവിടെ എത്രത്തോളം ആ ഇവൻറ്റ് ഒക്യൂർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ബട്ട് നോട്ട് പോസിബിൾ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ദ ഇവൻറ്റ് ഡസ് നോട്ട് ഒക്യൂർ. ഫോർ എക്സാമ്പിൾ, ഒരു ആക്സിഡൻറ്റ് ഒരു ഏരിയാസിൽ ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആക്സിഡൻറ്റ് നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. റെയറായിട്ട് നടക്കുന്ന കാര്യങ്ങളുണ്ടാവില്ലേ, അതാണ് ആക്ച്വലി ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റെയറായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലോ നമ്മളവിടെ ബിറ്റ്വീൻ റേഞ്ചസ് ആണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ റെയറായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക, ഈ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് സ്റ്റാൻഡേർഡ് എറർ എന്താണെന്നുള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷൻ എഴുതി വെച്ചാലും മതി കേട്ടോ. സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു 1 - r² അല്ലേ, ഡിവൈഡഡ് ബൈ √n ആണ് കേട്ടോ. √n ആണ്. അതിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. 1 - r² ഡിവൈഡഡ് ബൈ √n ആണ് കേട്ടോ. അപ്പം അത് ഓർത്തിരിക്കുക. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് 2 മാർക്കിനും ചോദിക്കാം ആൻഡ് ആൾസോ 5 മാർക്കിനും ചോദിക്കാം. ദെൻ വാട്ട് ഈസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ നിങ്ങൾ നോക്കി വായിക്കണേ. വാട്ട് ഈസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. കണ്ടോ, ഇതൊക്കെ നമുക്ക് ഷോർട്ടസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും, അങ്ങനെ ഓരോ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും ചോദിക്കാൻ കേട്ടോ. അപ്പോൾ തിയറിയും നോക്കുക ആൻഡ് ആൾസോ പ്രോബ്ലംസും നോക്കുക കേട്ടോ. കൺസിഡർ ആൻ ഇവൻറ്റ് അസോസിയേറ്റഡ് ടു എ റാൻഡം എക്സ്പെരിമെൻറ്റ് വെൻ ദ റാൻഡം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് നമ്പർ ഓഫ് ടൈം. ഇവിടെ എങ്ങനെയാണ് റാൻഡം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദ ഇവൻറ്റ് മേ ഓർ മേ നോട്ട് ബി ഒക്യൂർ ഇൻ ഈച്ച് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ് അല്ലേ. ഇവിടെ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്യുക. അപ്പോൾ റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഇവൻറ്റ് എന്ത് ചെയ്യുക, മേ ഒക്യൂർ ഓർ മേ നോട്ട് ബി ഒക്യൂർ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ, റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഇവൻറ്റ് നടക്കാനുള്ള സാധ്യത എത്രയാണ്, ആ ഇവൻറ്റ് നമുക്ക് നടക്കാനുള്ള സാധ്യത എത്രയാണ് ആൻഡ് ആൾസോ നടക്കാതിരിക്കാനുള്ള സാധ്യത എത്രയാണ്. പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറഞ്ഞു അവിടെ എന്തായിരിക്കും, റെയർ ആയിരിക്കും. ബട്ട് ഇൻ ദിസ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റഡ്ലി നമ്മൾ റിപ്പീറ്റഡ് ടൈംസ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ആ ഇവൻറ്റ് ഒക്യൂർ ചെയ്യാനും നോട്ട് ഒക്യൂർ ചെയ്യാനും ഉള്ള പ്രോബബിലിറ്റിയാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ നമ്മൾ ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡും ടൈലും കിട്ടാനുള്ള സാധ്യത ഒരു കോയിൻ്റെ മാത്രമോ അല്ലെങ്കിൽ 2 കോയിൻ്റെ മാത്രമോ അല്ല നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്പർ ഓഫ് കോയിൻസ് ഉണ്ടാവും, ഒരുപാട് കോയിൻസ് ഉണ്ടാവും. മേ ബി 1000 കോയിൻസ് അല്ലെങ്കിൽ 1000 ടൈംസ് നമ്മൾ പറയാറുണ്ട്. 100 ടൈംസ് കോയിനൊക്കെ എറിയുമ്പോൾ കിട്ടാനുള്ള സാധ്യത നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വരിക ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ. അപ്പോൾ ഇവിടെ ഒക്യൂറൻസ് ഓഫ് ആൻ ഇവൻറ്റ് മേ ബി നെയിംഡ് ആസ്, അവിടെ ഇവൻറ്റ് ഒക്യൂർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറയും, സക്സസ് എന്നും. ഇവൻറ്റ് നോൺ ഒക്യൂർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫെയിലിയർ എന്നും പറയും. ഇനി എന്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്? ഇറ്റ് ഈസ് എ ഡിസ്ക്രീപ്റ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു ഡിസ്ക്രിപ്റ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിന് ഒന്നോ അതിലധികമോ മോഡൽ വാല്യൂസ്, ദറ്റ് മീൻസ് മോഡ് വാല്യൂസ് ഉണ്ടായിരിക്കും. മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസസ് ആസ് n ഇൻക്രീസസ് വിത്ത് p റിമൈനിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ നിങ്ങളൊന്ന് വായിച്ച് പഠിക്കാം കേട്ടോ. പിന്നെ വരുന്നത് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ എഫ് ടെസ്റ്റ്. എഫ് ടെസ്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് ആക്ച്വലി ഔട്ട് ഓഫ് സിലബസ് ആണ്. 2019 ഓൺവേർഡ് സ്റ്റുഡൻസിന് ഇത് എന്താണ്, ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിക്കുക. 2018 അഡ്മിഷൻ്റെ സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് ജസ്റ്റ് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വെക്കാം കേട്ടോ. H0 അതായത് നമ്മൾ നൾ ഹൈപ്പോത്തസിൻ്റെ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ് വരിക. അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡവും അതുപോലെ ടെസ്റ്റ് ക്രൈറ്റീരിയയും കൂടെ ഇൻവോൾവ് ആവും എന്നേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെറ്റായിരിക്കും. അതായത് ആദ്യം നൾ ഹൈപ്പോത്തസിസോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസോ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഏതാ ടെസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ ചൂസ് ചെയ്യും. ദെൻ നമ്മൾ എന്ത് മനസ്സിലാക്കി വെക്കും, DOF ഫൈൻഡ് ചെയ്യും. അതുപോലെ തന്നെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലേ ഫൈൻഡ് ചെയ്യും. പിന്നെ ടെസ്റ്റ് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യും. എന്താ, ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും ആൻഡ് ഡിസിഷൻ എടുക്കും. ഡിസിഷൻ എങ്ങനെ എടുക്കുക, കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ
കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യും, ആൻഡ് കൂടുതലാണെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഇത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു തിയറിയാണ്. അപ്പോൾ ഇത് നമുക്കറിയാം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താ, അതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, അത് ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. The ordinate at mean divide the whole area into 2 equal parts അല്ലേ. അതായത് നോർമൽ കർവ് എങ്ങനെയാണ് വരുന്നത്, ബെൽ ഷേപ്പിൽ വരുന്നൊരു കർവാണ് അല്ലേ. ഇത് സെൻട്രൽ 0 വരും, ആൻഡ് ഹയസ്റ്റ് പോയിൻ്റ് എപ്പോഴും എന്തായിരിക്കും, MN ആയിരിക്കും, മീൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് 0 തൊട്ട് ഈ വരുന്ന പോർഷൻ വരെ 0.5 ആയിരിക്കും, ആൻഡ് ഇവിടെ നിന്ന് ഇതുവരെയുള്ള പോർഷനും 0.5 ആയിരിക്കും. ബട്ട് ഒരു കാര്യം ഓർത്തിരിക്കുക, ഇവിടെ പോസിറ്റീവും ആൻഡ് ഇവിടെ നെഗറ്റീവും ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് 0.5 ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് 0.5 ആയിരിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. അതാണ് ഇവിടെ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇത് ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം ഓഫ് അറ്റ് ദ മീൻ. ഓക്കെ, ദ നോർമൽ കർവ് ഈസ് യൂണി മോഡലാണ് ആൻഡ് ദർ ഈസ് ഓൺലി വൺ മാക്സിമം പോയിൻറ്റ് വിച്ച് ഒക്യൂർ അറ്റ് ദ മീൻ. അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്, ഈ ഒന്ന് മെൻഷൻ ചെയ്തിട്ടൊന്ന് പഠിച്ച് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, ബട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലെ എറേഴ്സാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണുള്ളത്. അതിൽ 2 ടൈപ്പ് ഓഫ് എറേഴ്സ് ആണുള്ളത്. ഒന്ന് ടൈപ്പ് 1 എററും ആൻഡ് ടൈപ്പ് 2 എറേഴ്സുമാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ വരുന്ന എറേഴ്സ് എന്ന് പറയുന്നത്. ഇതും ഔട്ട് ഓഫ് സിലബസ് ആണ്. If any test of hypothesis, the decision is to accept or reject in a hypothesis in decision is based on the information supplied by the sample data. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസിൽ ഒരു ടെസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, ആ സാമ്പിൾ ഡാറ്റയിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ആ ഇൻഫർമേഷൻസിൻ്റെ ബേസിലാണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഇൻഫർമേഷൻസിൻ്റെ, അതായത് അവിടെ ഡിസിഷൻസ് വരാൻ 4 ചാൻസസ് ആണുള്ളത്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, അക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ്. അവിടെ നമ്മൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യും വെൻ ഇറ്റ് ഈസ് ട്രൂ. അതായത് അക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ഇത് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് റിജക്റ്റ് ചെയ്യുന്ന നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റിജക്റ്റ് ചെയ്യും. ബട്ട് ഇനി വരുന്ന 3 കേസസ് നോക്കൂ. റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ ആണെങ്കിൽ പോലും നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ അവിടെ എന്ത് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യാണ് അല്ലേ. ആൻഡ് അക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, അക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ് ആണെങ്കിൽ നമ്മൾ അതിനവിടെ എന്ത് ചെയ്യാണ്, അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക, ഇൻ ദ എബോവ് പോസിബിലിറ്റീസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ കറക്റ്റ് അല്ലേ. അതായത് അക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും, അത് കറക്റ്റാണ്. ആൻഡ് റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്, അതും കറക്റ്റാണ് അല്ലേ. ബട്ട് റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ ആണെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. അതെന്താണ്, അത് ഒരു എററല്ലേ. ആ എററാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യാണ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ, ഇതിനെ ടൈപ്പ് 1 എറർ എന്നും. അക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്, ഇതിനെ ടൈപ്പ് 2 എറർ എന്നും പറയും. ഓക്കെ, അത് ഹൈപ്പോത്തസിസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവില്ല, അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവില്ല. ബട്ട് ആ സിലബസ് പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ടാവും, മേ ബി 2018 അഡ്മിഷൻ, അവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. ഇനി താഴെ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളിതൊന്ന് നോക്കാം കേട്ടോ, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇഫ് എനി ഡൗട്ട് മെസ്സേജ് മീ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമ്മളൊരു പ്രോബ്ലം നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ്, ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പ്രോബ്ലമാണ്. സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്, ബേസിക്കായിട്ട് പ്രോബബിലിറ്റീൻ്റെ ബേസിക് എന്ന് വന്നിട്ടുള്ള പ്രോബ്ലമാണ്. ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് 200 people is distributed as follows. അപ്പോൾ താഴെ 200 പീപ്പിൾസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നോക്കൂ, 15 ഹാവ് ടൈപ്പ് എ. 15 ആളുകൾക്ക് എന്താ, ടൈപ്പ് എ ഗ്രൂപ്പാണുള്ളത്, എ ഗ്രൂപ്പാണ് അവർക്ക്. ആൻഡ് 65നോ ബ്ലഡ് എങ്ങനെയാണ്, ബി ടൈപ്പാണ്, ബി ബ്ലഡാണ്. ആൻഡ് 70കോ ഒ ബ്ലഡ് ടൈപ്പാണുള്ളത്. ആൻഡ് 15 ഹാവ് ടൈപ്പ് എ ബി ബ്ലഡാണുള്ളത് അല്ലേ. അപ്പോൾ ഇഫ് എ പേഴ്സൺ ഫ്രം ദിസ് ഗ്രൂപ്പ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദിസ് പേഴ്സൺ ഹാസ് ഓ ബ്ലഡ് ഗ്രൂപ്പ്. മനസ്സിലായോ? അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ 200 പീപ്പിൾസ് ഉണ്ട്. 200 പീപ്പിൾസിലെ 50 ആളുകൾക്ക് എന്താ എ ഗ്രൂപ്പാണ്. ആൻഡ്
65%-ന് ബി ബ്ലഡ് ടൈപ്പും ആൻഡ് 70%-ന് ഒ ബ്ലഡ് ടൈപ്പും 15%-ന് എ ബി ബ്ലഡ് ടൈപ്പുമാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു പേഴ്സണെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒ ബ്ലഡ് ഗ്രൂപ്പ് ആവാനുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാണാം ഫേവറബിൾ കേസസ്, അതായത് ഒ ബ്ലഡ് ആണല്ലേ, ഒ ബ്ലഡ് ഗ്രൂപ്പാണ് നമുക്കിവിടെ ഫേവറബിൾ കേസായിട്ട് വന്നിട്ടുള്ളത്. സോ ഒ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടിയ എത്ര ആളുകൾ ഇവിടെ ഉണ്ട്? 17 അല്ലേ. അപ്പോൾ എങ്ങനെയാണ് 17 ആളുകളാണ് ഇവിടെ ഒ ബ്ലഡ് ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. ഒ ബ്ലഡ് ടൈപ്പ് വന്നിട്ടുള്ളത് 17 ആണ്. ഇവിടെയും പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളൊന്ന് റെക്ടിഫൈ ചെയ്യണം. ഇത് 17 ആണ്. അപ്പോൾ 17/200 എന്ന് വരും. 200 എങ്ങനെയാണ് വന്നത്? ടോട്ടൽ പീപ്പിൾസ്, ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ ടോട്ടൽ പീപ്പിൾസ് അവിടെ 200 ആണ്. സോ 17/200 ആണ് വരിക. ദറ്റ് ഈസ് ഈക്വൽ ടു 0.35 എന്ന് വരും. ഓക്കെ, എന്താണ് 0.35 എന്ന് വരും. ഓക്കെ, ഇനി നമ്മളോട് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഫൈൻഡ് ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 3 ആൻഡ് വേരിയൻസ് 2. മീനും വേരിയൻസും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഷോർട്ടസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ആൻഡ് വേരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇക്വേഷൻസിൻ്റെ മാത്രം ഒരു PDF നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീൻ ഈസ് ഈക്വൽ ടു NP ആണ് മീൻ എന്ന് നമുക്കറിയാം. NP ഈസ് ഈക്വൽ ടു 3 അല്ലേ. ഇവിടെ NP എത്രയാണ് വന്നത്? മീൻ എത്രയാണ് വന്നത്? 3 ആണ്. 3 എന്ന് പറയുന്നത് ഇവിടെ മീനാണ്. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NP ആണ്. ദെൻ വേരിയൻസ് എന്താ? NPQ ഈസ് ഈക്വൽ ടു 2 ആണ്. വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് NPQ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് Pയും Qയും ഒക്കെ കിട്ടിയാലുള്ള എന്ത് പറ്റുക? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക അല്ലേ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? P(x) ഈസ് ഈക്വൽ ടു NCX ഇൻറ്റു P(x) ഇൻറ്റു Q(n-x) ആണല്ലേ നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? P വേണം, N വേണം, Q വേണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ ഉണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് Q കാൽക്കുലേറ്റ് ചെയ്യാം. Q എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Q ഈസ് ഈക്വൽ ടു NP ഡിവൈഡഡ് ബൈ NPQ. ഓക്കെ, NP ഡിവൈഡഡ് ബൈ NPQ. NP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 3, 2/3 എന്ന് വരും. അപ്പോൾ Q 2/3 ആണ് എന്നുണ്ടെങ്കിൽ P കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെയാണ്? 1 - Q ചെയ്താൽ മതി. P കാണണമെങ്കിൽ 1 - Q ചെയ്താൽ മതി. അതായത് ഇവിടെ 1 - Q എന്ന് പറയാൻ കാരണം P + Q ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും വരിക. P + Q ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ Q കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ P കാണാൻ സുഖമല്ലേ. എങ്ങനെ കണ്ടാൽ മതി? 1 - Q ചെയ്താൽ മതി. അങ്ങനെ 1 - Q നമ്മളിവിടെ ചെയ്തിട്ട് ആൻസറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ നമ്മൾ N കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. N കാൽക്കുലേറ്റ് ചെയ്യാൻ P കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ N കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. NP ഡിവൈഡഡ് ബൈ P. NP 3 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. NP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാണ്. ഇനി Pയും നമുക്കറിയാം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 1/3 ആണ്. അപ്പോൾ 1/3, അപ്പോൾ 3/1/3 നമുക്ക് എത്ര കിട്ടി? 9 എന്നുള്ള ആൻസർ വരും. ഓക്കെ, 3/1/3 നമുക്ക് 9 എന്ന് വന്നു. എങ്ങനെയാണ് ഇവിടെ 9 എന്ന് വന്നത് എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 3/1/3 ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ റെസിപ്രോക്കലായിട്ട് ചെയ്യും. അതായത് 3/1 എന്ന് കൊടുത്തിട്ട് ഇൻറ്റു 1/3 എന്ന് കൊടുക്കും. അതായത് ഇവിടെ 1/3 അല്ലേ വന്നത്, അതിനെ 3/1 എന്ന് കൊടുക്കും. അതിനെന്താ കൊടുക്കുക? 3/1 എന്ന് കൊടുക്കും. മനസ്സിലായോ? ഇവിടെ 1 കൊടുക്കും ആൻഡ് ഇവിടെ 3/1 എന്ന് കൊടുത്ത് റെസിപ്രോക്കലായിട്ട് നമ്മളിവിടെ ചെയ്യുക. അപ്പോൾ 3 × 3 എത്ര വരും? 9 അല്ലേ വരിക. 3 × 3 എത്ര വരും? 9 ആണ് വരിക അല്ലേ. 9/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 അല്ലേ. അങ്ങനെയാണ് ഇവിടെ 9 കിട്ടിയത് കേട്ടോ. ദെൻ കിട്ടി. എത്രയാണ് കിട്ടിയത്? 9 ആണ് കിട്ടിയത്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫിറ്റിങ് ചെയ്ത പോലെ P(x) ഈസ് ഈക്വൽ ടു NCX ഇൻറ്റു P(x) ഇൻറ്റു Q(n-x) എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് P(x) ഈസ് ഈക്വൽ ടു 0, P(x) ഈസ് ഈക്വൽ ടു 1, അങ്ങനെ P(x) ഈസ് ഈക്വൽ ടു 9 വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ വാല്യൂ ആണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് വായിക്കുക, പഠിക്കുക. ഈ PDF ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കോൺടാക്റ്റ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ.